ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ ബേസിക് ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ചിനെ കുറിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഫൈനലായിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്നും ക്ലോത്ത് എങ്ങനെ ഹൂക്കിൽ ഫിക്സ് ചെയ്യാമെന്നും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ക്ലോത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ത്രെഡ് എടുക്കണം. ത്രെഡ് എടുക്കുമ്പോൾ അത് കെട്ടൊന്നും കൂടാതെ എടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു ചെറിയ ട്രിക്ക് ഉണ്ട്, അത് നോക്കി നോക്കാം. നമ്മൾ ത്രെഡ് എടുക്കുമ്പോൾ അതിൽ കളറ് ഏതാ നമുക്ക് അതിൻ്റെ കളറിൻ്റെ ഷെയ്ഡ് എന്താ മനസ്സിലാവാനൊക്കെ ഒരു നമ്പർ ഉണ്ട് പറഞ്ഞത്. ആ നമ്പർ എൻ്റെ സൈഡിലായിട്ട് ഇത് അതേപോലൊരു ആരോ മാർക്ക് ഉണ്ടായിരിക്കും. അത് മേലെ ഉണ്ടാവും, രണ്ട് ഭാഗത്തും ഉണ്ടാവും. ആ ആരോ മാർക്ക് എങ്ങോട്ടാണോ കാണുന്നത് ആ ഭാഗത്ത് കാണുന്ന നൂല് വലിക്കുക. അപ്പോൾ നമുക്ക് നൂല് കെട്ടില്ലാതെ കിട്ടും. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ഭാഗത്താണ് വലിക്കണമെന്ന് വെച്ചാൽ അവിടെ നമുക്ക് നൂല് കെട്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ എടുക്കാവും നമുക്ക് സ്ക്വയർ. ഇതേപോലെ ഈ നൂലെടുത്തതിന് ശേഷം കണ്ടോ, ഇത് 6 ഇഴ ഉണ്ടാവും. ഈ ഒരു എംബ്രോയ്ഡറി നൂല് പറയുന്നത് 6 ഇഴയായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഈ റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടി 6 ഇഴേൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് 3 സെപ്പറേറ്റ് ചെയ്യാം. ഞാൻ സെപ്പറേറ്റ് ചെയ്യുമ്പോഴും നല്ലോണം ശ്രദ്ധിക്കണം. പെട്ടെന്ന് കെട്ട് പിണയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്കിതിൽ ഒരു ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ 6 3 ആക്കി വെച്ചില്ലേ, അതിൽ ഒരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് നമുക്ക് സൂചിയിലേക്ക് കോർക്കാം. ഇത് സൂചിയിലേക്ക് കോർത്ത ശേഷം നമുക്ക് എന്നിട്ടിലൊരു കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ സ്റ്റിച്ച് ഫസ്റ്റ് നമ്മൾ നീഡിൽ ഈ ക്ലോത്തിൻ്റെ ചീത്ത വശത്തു നിന്നാണ് നമ്മൾ നീഡിൽ കുത്തി മുകളിലേക്ക് പൊക്കുക. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഒരു സ്റ്റിച്ച് ഒരു സെൻറ്റിമീറ്റർ ഒരു സ്റ്റിച്ച്, പിന്നെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്, പിന്നെ 1 സെൻറ്റിമീറ്റർ അടുത്ത സ്റ്റിച്ച് വരും, പിന്നെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്. ആ ഒരു ലെവല് 1 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. ആ ഒരു കണക്കിലേക്ക് എല്ലാം ഒരേപോലെ വരുന്ന രീതിക്ക് സ്റ്റിച്ച് ഇട്ട് പോവുക. കണ്ടില്ലേ, ആ ഗ്യാപ്പും സ്റ്റിച്ചും തമ്മിൽ ഒരേ അകലായിരിക്കും. അവസാനത്തെ സ്റ്റിച്ച് എത്താനാവുമ്പോൾ നമ്മൾ നീഡിൽ താഴത്തേക്ക് ആക്കിയതിന് ശേഷം നമുക്കവിടെ ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നൂല് ഇളകിപ്പോരും. ഞാനിങ്ങനെയാണ് സാധാരണ ലോക്ക് ഇടൽ കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ രീതിയായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് സുഖിച്ചാൽ അതുപോലെ ചെയ്യാം. ലോക്ക് ഇട്ടതിന് ശേഷം എക്സസ് ആയിട്ടുള്ള നൂല് കട്ട് ചെയ്യുക. എൻ്റെ ഭാഗം കണ്ടില്ലേ, ഫ്രണ്ടും ബാക്കും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.